ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നോഹയോട് പെട്ടകം പണിയാനായിട്ട് ആരംഭിച്ചു. നോഹ പെട്ടകത്തിന്റെ പണി തുടങ്ങി. ഒരു മലമുകളിൽ വെച്ചാണ് നോഹ പെട്ടകം പണിതുകൊണ്ടിരുന്നത്. എല്ലാവരും കപ്പലും മറ്റും പണിയുക കടലിനോടോ ജലത്തോടോ ചേർത്ത് വെച്ചാണ് എത്രയും പെട്ടെന്ന് അതിലേക്ക് ഇറക്കണമെന്ന ചിന്തയോടെ. പക്ഷേ നോഹ മാത്രം ഒരു മലമുകളിൽ വെച്ച പെട്ടകം പണിയുന്നത് കണ്ട് അതിലൂടെ പോകുന്നവരൊക്കെ നോഹയെ നോക്കി പരിഹസിച്ചു നോക്കി. മലമുകളില് പെട്ടകം പണിയുന്നൊരു വിഡ്ഢിയെ നോക്കി. പക്ഷേ നോഹ മാത്രം ഒന്നും ശ്രദ്ധിക്കാതെ ദൈവം അരുളി ചെയ്തതനുസരിച്ച് പെട്ടകത്തിന്റെ പണി തുടർന്ന് പൂർത്തീകരിച്ചു. ഒരു ദിവസം ഒരു ചെറിയ മഴ ആരംഭിച്ചു. എല്ലാവരും മഴ ആസ്വദിച്ചു. മഴ നിൽക്കാതെ 40 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന് ഒരു വളരെ വലിയ പ്രളയമായിട്ടത് ആവിർഭവിച്ചു. നോഹയും നോഹയുടെ പെട്ടകത്തിൽ വിശ്വാസത്തോടെ പ്രവേശിച്ചവരും മാത്രം രക്ഷ പ്രാപിച്ചു. രക്ഷയുടെ തീരത്തേക്ക് അവര് ആ പെട്ടകത്തില് തുഴഞ്ഞു നീങ്ങി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവര്, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന്റെ സമയം നോഹയുടെ കാലഘട്ടത്തിലെ പോലെയായിരിക്കും. എല്ലാവരും വിവാഹം കഴിച്ചും കഴിപ്പിച്ചു കൊടുത്തും ജീവിക്കും. പെട്ടെന്ന് ഒരു പ്രളയം പോലെ അത് കടന്നു വരും. നോഹയുടെ പെട്ടകത്തിൽ പ്രവേശിച്ചവർ മാത്രം രക്ഷപ്പെട്ടതുപോലെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, നോഹയുടെ പെട്ടകം ഒരടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ്. എല്ലാവരും പരിഹസിച്ചപ്പോഴും ദൈവം അരുളി ചെയ്ത കാര്യത്തോട് തുറവിയുള്ളവനായിരുന്നു കൊണ്ട് ദൈവം പറഞ്ഞതൊക്കെ സംഭവിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചവന്റെ പ്രതീകം. നമ്മുടെ ജീവിതത്തിലും ആത്മീയത ജീവിക്കുമ്പോൾ, വിശ്വാസം പ്രാവർത്തികമാക്കുമ്പോൾ പരിഹസിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. ജപമാല ചൊല്ലുന്നതിന്റെ പേരില്, ദേവാലയത്തിലെ പരിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്നതിന്റെ പേരില്, നന്മ ചെയ്യുന്നതിന്റെ പേരിലൊക്കെ നമ്മുടെ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ നമ്മൾ പരിഹാസപാത്രങ്ങളാകുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിരിക്കാം. കാരണം നമ്മളും ഒരു പെട്ടകം പണിയുകയാണ്. ഉറപ്പോടെ തീർത്തിട്ട ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിന്മേൽ പത്രോസാകുന്ന പാറയുടെ മുകളില് പണിതുയർത്തപ്പെട്ട നോഹയുടെ പെട്ടകമാകുന്ന സഭയിലേക്കുള്ള പ്രവേശനമാണ് ഈ വിശ്വാസത്തിന്റെ ജീവിതം, ഈ പരിഹാസം ഏറ്റെടുത്തുള്ള ജീവിതമെന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, പെട്ടകത്തിൽ പ്രവേശിച്ചവർ മാത്രം രക്ഷപ്പെട്ടതുപോലെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ട സഭ എന്ന പെട്ടകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് രക്ഷയിലേക്ക് കടക്കുക എന്ന് തിരിച്ചറിയാം. സഭയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന ഉറപ്പോടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നീക്കാം. അതിന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.